സിറിയയും ഈജിപ്തും ഒന്നിക്കണം. നമ്മുടെ ലക്ഷ്യം ഒന്നേയുള്ളൂ, അൽ അഖ്സയുടെ മോചനം. നിങ്ങളുടെ ആ സ്വലാഹുദ്ദീനെ വിളിക്കൂ. അദ്ദേഹം വന്ന് നിങ്ങളെ രക്ഷിക്കട്ടെ. ആരും നിങ്ങളെ രക്ഷിക്കാൻ പോകുന്നില്ല. ശത്രുക്കളെ കൊന്നൊടുക്കുന്നതിനു പകരം കരുണ കൊണ്ട് ജയിക്കുന്ന ആ രീതി സിറിയൻ ജനതയുടെ ഹൃദയം കവർന്നു. യുദ്ധകാഹളം മുഴക്കൂ. ജെറുസലേമിന്റെ മോചനത്തിനുള്ള സമയം വന്നെത്തിയിരിക്കുന്നു. പന്ത്രണ്ടാം നൂറ്റാണ്ട് ലോകചരിത്രം കണ്ട ഏറ്റവും ക്രൂരമായ രക്തച്ചൊരിച്ചിലിന്റെ കാലം. കുരിശുയുദ്ധങ്ങളുടെ തീജ്വാലകളിൽ മധ്യപൂർവേഷ്യ കത്തിയെരിയുകയായിരുന്നു. ചിതറിക്കിടക്കുന്ന ഭരണാധികാരികൾ, പരസ്പരം പോരടിക്കുന്ന സാമ്രാജ്യങ്ങൾ, അനാഥമാക്കപ്പെട്ട ജെറൂസലേം. ലോകം ഒരു രക്ഷകനായി കാത്തിരുന്ന ആ ഇരുണ്ട കാലഘട്ടത്തിൽ ടൈഗ്രിസ് നദിക്കരയിലെ ഒരു ചെറിയ കോട്ടയിൽ ഒരു കുഞ്ഞ് ജനിച്ചു. ഇത് വെറുമൊരു രാജാവിന്റെ കഥയല്ല. ശത്രുക്കൾ പോലും ആദരവോടെ മാത്രം പേര് വിളിച്ച, യുദ്ധക്കളത്തിൽ സിംഹമായും തോൽക്കപ്പെട്ടവരോട് കരുണയുടെ കടലായും മാറിയ ഒരു ഇതിഹാസത്തിന്റെ 100% യഥാർത്ഥ ചരിത്രമാണിത്. വർഷം ക്രിസ്തുവർഷം 1137. തിക്രിത് കോട്ടയുടെ ഭരണാധികാരിയായിരുന്ന നജ്മുദ്ദീൻ അയ്യൂബിന് ആ കോട്ടയോട് വിട പറയേണ്ടി വന്ന രാത്രിയിലായിരുന്നു അദ്ദേഹത്തിനൊരു മകൻ ജനിച്ചത്. നാടുവിട്ടിറങ്ങേണ്ടി വന്ന ആ രാത്രിയിലെ ജനനം ഒരു ദുശ്ശകുനമായി പലരും കണ്ടു. പക്ഷേ ആ പിതാവ് മാത്രം തന്റെ മകന്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു, ഇവൻ യൂസഫ്. വിശ്വാസത്തിന്റെ സത്യസന്ധതയോടെ ഇവൻ വളരും. ലോകം ഇവനെ സ്വലാഹുദ്ദീൻ എന്ന് വിളിക്കുന്ന ഒരു കാലം വരും. ദമാസ്കസിന്റെ ഭരണാധികാരിയായ നൂറുദ്ദീൻ സങ്കിയുടെ കൊട്ടാരത്തിലായിരുന്നു സലാഹുദ്ദീന്റെ വളർച്ച. പലരും കരുതിയത് അദ്ദേഹം ഒരു പഞ്ചിതനായോ ശാന്തനായ ഒരു ഭരണാധികാരിയായോ മാറുമെന്നാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന യോദ്ധാവിനെ തിരിച്ചറിഞ്ഞതൊരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വന്തം അമ്മാവൻ, ധീരനായ സൈന്യാധിപൻ അസദുദ്ദീൻ ഷിർകുഹ്.